ടിങ്കറാക്കിൽ എടുത്ത് പറയാനുള്ള ഒരു മൂമെന്റ് വാസ് ലൈക്ക് ജാസിമിന്റെ ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് ഒരു കുട്ടിയുണ്ട്. ഷീ ഹാഡ് എ പ്രോജക്ട് ടിങ്കറാക്കിന്. പക്ഷെ സബ്മിഷൻ ടൈം എത്തിയപ്പോഴും ആള് വിചാരിച്ച അത്രയും അത് എത്തിയില്ല. ടിങ്കറാക്ക് കഴിഞ്ഞിട്ടും ഷീ കെപ്റ്റ് ബിൽഡിംഗ് ഓൺ ഇറ്റ്. ഒരു 1.5 മാസത്തിൽ ബിൽഡ് ചെയ്തത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഫിനിഷ് പ്രോജക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ മെയിൻ കൺസേൺ വാസ് ഓക്കെ ഹാക്കത്തോൺ ടിങ്കറാക്കിന് വന്നു, ബിൽഡ് ചെയ്തു, പോയി. അത് കഴിഞ്ഞ് ബിൽഡ് ചെയ്യുന്നതാണ് ആ മേക്കർ കൾച്ചറിന്റെ ഹോൾ കോൺസെപ്റ്റ്. ഫിഗ്മ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും. ആൻഡ് ആ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന കുട്ടിയുടെ ഡിസൈൻ നമ്മളൊരു ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. ടിങ്കർ ഹാക്ക് ഒഴിച്ച് ഞങ്ങൾ നടത്തിയേക്കുന്നതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ഒരു ഇവന്റ് ആയിരുന്നു. ആസ് ഇൻ 13 പേര് വന്നിട്ടുണ്ടെങ്കിൽ 13 പേരും പ്രോപ്പറായിട്ട് ഫിഗ്മ പഠിച്ചു. ആൻഡ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഡിഫറൻസ് വാസ് ബാക്കി ക്ലബ്സ് ഹാഡ് സം ഹിഡൻ മോട്ടീവ് ആസ് ഇൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും. പക്ഷേ ടിങ്കർ ഹബിന് അതില്ലായിരുന്നു. ഇറ്റ് വാസ് പ്യുവർ ലേണിംഗ്. ഇനിഷ്യലി ഐ വാസ് വെരി അഫ്രൈഡ് ടു ഡെലിഗേറ്റ് വർക്ക് ടു പീപ്പിൾ. എനിക്ക് പേടിയായിരുന്നു ഞാനിത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഇഫ് ദേ വിൽ ഡു ഇറ്റ് അത്രയും പെർഫെക്റ്റ്. ഒരു ഒഫീഷ്യൽ മെസ്സേജ് എന്ന രീതി ഫ്രെയിം ചെയ്തിട്ടൊരു മെസ്സേജ് വന്നു. വിശ്വജ്യോതി കോളേജിൽ ദൃശ്യ എന്ന ടെക് ഫെസ്റ്റ് നടന്നു. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിയുടെ റീസൺ ഈസ് തക്കതായ ഇന്നോവേഷൻ ഇല്ലാത്തത്. അപ്പോൾ ഇന്നോവേഷനും കാര്യങ്ങളും വളർത്താൻ എല്ലാവരും ടിങ്കർ ഹബ് ജോയിൻ ചെയ്യണം. ആൻഡ് ഐ ഗോട്ട് എ നിക് നെയിം, ടിങ്കർ മോൻ നയിക്കുന്ന ടിങ്കർ ഹബ് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഹോൾ മെസ്സേജ് വന്നു. ജനറലി എങ്ങനെയുണ്ട് കമ്മ്യൂണിറ്റി കോളേജിൽ? സോ ഞങ്ങളുടെ കോളേജിൽ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക ഈസ് കൈൻഡ് ഓഫ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ബിക്കോസ് അവിടെ കൂടുതലും സ്റ്റഡീസിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്ത് കണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഈ വർഷത്തിൽ ഞങ്ങൾ കൂടുതൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ബ്ലൂം കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ ടു ഗോ മച്ച് ഹയർ. ജാസിം ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ ആയിരുന്നല്ലോ. സോ എങ്ങനെയുണ്ട് യൂഷ്വലി പാർട്ടിസിപ്പേഷൻ റേറ്റ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ? അവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഓർ പേടിയുണ്ടോ? എങ്ങനെയുണ്ട്? കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഇയേഴ്സ് വന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ തുടങ്ങണം, എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ പങ്കെടുക്കണം, പിന്നെ നമ്മളോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ അവർക്കൊരു ഇൻറ്റിമിഡേഷൻ ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചേഞ്ച് ചെയ്തപ്പോഴാന്ന് വെച്ചാൽ ഒരു വിറ്റിൻ്റെ ഒരു ഓഫ്ലൈൻ പരിപാടി നമ്മൾ ചെയ്തായിരുന്നു. ആ പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഫണ്ണായിട്ട് കുറേ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റി. അങ്ങനെ നടത്താൻ പറ്റിയപ്പോൾ അവർക്ക് ആ ഇൻറ്റിമിഡേഷൻ ഫാക്ടർ പോയി. അവർക്ക് ഇത് കൂടുതൽ പഠിക്കണം, നമ്മളോടുള്ള ഇൻറ്റിമിഡേഷൻ ഫാക്ടർ പോയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റി. നമ്മളൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി പോലെയാണ് കമ്മ്യൂണിറ്റി പോകുന്നത്. അതുകൊണ്ട് നല്ല ബ്ലൂമിങ്. വൺ ഓഫ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലേണിംഗ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് എന്താണ് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ലേണിംഗ് പ്രോഗ്രാംസ് ക്യൂറേറ്റ് ചെയ്യണത്. നിങ്ങൾ കുറേ സ്റ്റഡി ജാംസ് ഒക്കെ ക്യാമ്പസിൽ നടത്തിയിട്ടുണ്ട്. So how was the process of designing and curating study jams ആണെങ്കിലും ലേണിംഗ് പ്രോഗ്രാംസ് ആണെങ്കിലും നിങ്ങളുടെ പ്രോസസ്സ് എന്തായിരുന്നു? സോ ഇനീഷ്യലി നമ്മളൊരു റാൻഡം ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് അതിന് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ഒരു സ്പീക്കറിനെ കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യലായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക. ആൻഡ് നമ്മളത് നടത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു. ബട്ട് ഓവർ ദ ടൈം നമ്മൾ കുറച്ചും കൂടെ സ്റ്റുഡൻസായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവർക്ക് എന്ത് പഠിക്കാനാണോ കുറച്ചും കൂടെ താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കി പിന്നീട് നമ്മൾ അതിൽ അങ്ങനത്തെ ടോപ്പിക്സ് ആയിരുന്നു കുറച്ചും കൂടെ കൊണ്ടുവരാൻ തുടങ്ങിയത്. നമ്മൾ പരിപാടി നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐഡിയൽ സ്റ്റഡി ജാം നമ്മൾ ഉദ്ദേശിക്കുന്നത് വാസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഒരു 1 hour സെഷൻ കുട്ടികൾ സ്റ്റേ ബാക്ക് ചെയ്ത് നടത്താനായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ്. നമുക്കൊരു 3 സ്റ്റഡി ജാംസ് അങ്ങനെ നടത്താൻ പറ്റി. ബട്ട് പിന്നീട് നമുക്കത് കുറച്ച് ഓൺലൈനായിട്ട് നടത്തേണ്ടതൊക്കെ വന്നു. നമുക്ക് അത്യാവശ്യം രജിസ്ട്രേഷൻസും റീടെൻഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഒരു 40 പീപ്പിൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 35 പീപ്പിൾ വരും. ആൻഡ് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റഡി ജാംസ് വരെ അത്രയും കുട്ടികൾ കാണാൻ വരാറുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഹാൻഡ്സ് ഓൺ വർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ചെയ്യാനും അങ്ങനെയൊക്കെ കാണുന്നു. ആസ് എ വിറ്റ് ലീഡ്, ഹാവ് യു എവർ ഫെൽ ദാറ്റ് കോളേജിൽ ഗേൾസിന് ഇച്ചിരി ഹെസിറ്റേഷൻ ഉണ്ടാവും ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? ഓർ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സെയിം റീസണും കൊണ്ട് അവർ ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കും, എനിക്കൊന്നും അറിയത്തില്ല, ഭയങ്കര ഒരു ലെറ്റ്സ് സേ ഒരു മെയിൽ പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ ദേ വിൽ ഫീൽ എ ഹെസിറ്റേഷൻ നാച്ചുറലി ടു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? ഷുവർ, അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ലൈക്ക് ബോയ്സ് കൂടുതലാണ്. അപ്പോൾ ലൈക്ക് ഗേൾസിന് തന്നെ ഫസ്റ്റ് ടൈം പാർട്ടിസിപ്പേഷൻ ആകുമ്പോൾ തന്നെ അവർ കുറേ ബാക്ക് ഔട്ട് ആകും. ലൈക്ക് ഫ്രണ്ട്സ് ഇല്ല, അവർ പാരൻസ് പെർമിഷൻസ് അങ്ങനത്തെ കുറേ സ്റ്റഫൊക്കെ വരുമ്പോഴേക്കും അവർ മടി പിടിച്ച് ബാക്കിലോട്ടാവും. ബട്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം വന്നപ്പോൾ റിട്ടൻഷൻ റേറ്റ് കൂടുതലായിരുന്നു. ലൈക്ക് പിള്ളേർ രജിസ്റ്റർ ചെയ്യും, അറ്റ് ദ സെയിം ടൈം ദേ വിൽ പാർട്ടിസിപ്പേറ്റ് ഓൾസോ. ലൈക്ക് ബാക്ക് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ കുറഞ്ഞു വരുന്നു. ഔട്ട്റീച്ച് ലീഡിൻ്റെ ഒരു വൺ മേജർ റെസ്പോൺസിബിലിറ്റിയാണ് കോളേജിലുള്ള മേക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ സ്റ്റോറീസ് പുട്ട് ഔട്ട് ചെയ്യുക. ഫ്രം എ സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിലും അവർക്ക് ഭയങ്കര സന്തോഷം വരുന്ന കാര്യമായിരിക്കും
അവരുടെ മേക്കർ സ്റ്റോറീസ് പുറത്തേക്ക് വരുമ്പോൾ. ഐ ഹേർഡ് ദാറ്റ് വിശ്വജ്യോതിക്ക് ഒരു മേക്കർ ഓഫ് ദ മന്ത് ബ്ലോഗ് ഉണ്ടായിരുന്നു മീഡിയത്തിൽ. സോ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ഐഡൻറ്റിഫൈ മേക്കേഴ്സ് ഇൻ യുവർ ക്യാമ്പസ്? നമ്മളൊരു മന്ത് എൻഡ് ആകുമ്പം ഒരു ഗൂഗിൾ ഫോം റിലീസ് ചെയ്യും. ആ ഗൂഗിൾ ഫോമിൽ നമ്മൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പ്രൊജക്ട്സ് വേണമെങ്കിലും ഇപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ ആവുന്നില്ല, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഹാർഡ്വെയർ ആയിക്കോട്ടെ, പിന്നെ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലുള്ളതായിക്കോട്ടെ, അത് ജസ്റ്റ് നിങ്ങളുടെ ഐഡിയ എന്താണോ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഒരു ഫോം ഒരു 2-3 ഡേയ്സിലേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യും. വൺസ് അത് കഴിഞ്ഞ് ഞങ്ങൾ കോർ ടീമിൽ ഡിസ്കസ് ചെയ്യും, ലൈക്ക് ആർക്കാണ് കുറച്ചും കൂടെ ഇതുള്ളത്. ഒരു പോൾ നമ്മളിടും. ആൻഡ് ദെൻ അതിൽ ഇപ്പം എനിക്കൊരാൾ ഇത് പ്രോജക്റ്റ് ഇഷ്ടമായി, അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു പോൾ ഇടുന്നതിൻ്റെ ഒപ്പം എന്തുകൊണ്ടാണ് ആളെ ചൂസ് ചെയ്തത്, ലൈക്ക് വാട്ട് സ്റ്റുഡ് ഔട്ട് യുണീക്ക് ഇൻ ദ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവർ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ഔട്ട്റീച്ചിലൊരു വോളണ്ടിയർ ഉണ്ട്, അന്നയായിരിക്കും വിത്ത് ഈ ബ്ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ അശ്വതി ലീഡായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങളുടെ ക്യാമ്പസിൽ. ആൻഡ് ടിങ്കർ ഹബിൻ്റെ ക്രെഡിബിലിറ്റിയും അവിടെ ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു ഓവർ ദ കോഴ്സ് ഓഫ് 1 year. സോ ദിസ് ഇയർ വെൻ യു സ്റ്റാർട്ടഡ് ഫ്രഷ്, നിങ്ങളാരും കോർ ടീമിലില്ലായിരുന്നു. സോ വെൻ യു ഗൈസ് സ്റ്റാർട്ടഡ് ഫ്രഷ്, ഹൗ വാസ് ദ പ്രോസസ്? ലൈക്ക് നിങ്ങൾ എന്ത് പ്രോഗ്രാം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റുഡൻസ് വില്ലിംഗ് ആയിരുന്നോ നിങ്ങളുടെ ഡിസൈൻ ചെയ്യണ പ്രോഗ്രാംസിലേക്ക് വരാൻ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രോസസ്സ്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഇസ് കോൾഡ് ശുഭാരംഭം. അപ്പോൾ അശ്വതി കഴിഞ്ഞ തവണ ക്യാമ്പസിൽ ടിങ്കർ ഹബ് കൊണ്ടുവന്നപ്പോൾ ചായൻ പഫ്സ് നമ്മുടെ ക്യാമ്പസിൽ നടത്തിയത് ശുഭാരംഭം എന്ന പേര് കൊണ്ടായിരുന്നു. ബിക്കോസ് ചായൻ പഫ്സ് എന്ന് പറയുമ്പോൾ ചായൻ പഫ്സ് പ്രതീക്ഷിച്ച് പിള്ളേർ വരും. അപ്പം we conducted Shubharambam 2.0 and it had a great turnout because first event ആയിരുന്നു ഞങ്ങളുടെ ഇതിൽ. ആൻഡ് അറൌണ്ട് 60 to 65 ആൾക്കാർ വന്നു. ആൻഡ് ബിക്കോസ് ഒരു 1 hour ആയിരുന്നു, ഡ്യൂട്ടി ലീവ്സ് ഇല്ലാത്തൊരു ഇവൻ്റ് ആയിരുന്നു, എന്നിട്ടും ആൾക്കാർ വന്നു. ആൻഡ് അരുന്ധതി ആയിരുന്നു മെയിൻ സ്പീക്കർ അന്ന്. ദാറ്റ് വെൻറ്റ് റിയലി വെൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റഡി ജാംസ് കൊണ്ടുവന്നത്, വിച്ച് വാസ് ബേസ്ഡ് ഓൺ ML. അത് സിയോണയാണ് സ്റ്റഡി ജാംസ് എടുത്തത്. അതിനും വി ഹാഡ് അറൌണ്ട് 50 രജിസ്ട്രേഷൻസ് ആൻഡ് നല്ല റിട്ടൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് ഒരു 45 ആൾക്കാർ വരുവാണെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ അത് വിൽ സ്റ്റിൽ ബി ഇൻ ദ അബവ് 35. നല്ലൊരു റിട്ടൻഷൻ റേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ദ ചാലഞ്ച് വാസ് പുതിയ കമ്മ്യൂണിറ്റി തുടങ്ങുക. സോ അവിടെ പെർമിഷൻസ് കിട്ടാനും അതിൻ്റേതായ പ്രശ്നങ്ങളായിരുന്നു ഒരു പരിപാടികൾ നടത്താൻ. സോ വി ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് ഇവൻറ്റ്സ് കഴിഞ്ഞാണ്. ഈ തവണ വി ഫോക്കസ് കുറച്ചുകൂടെ ഓൺ ആ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. യൂഷ്വലി ആഫ്റ്റർ ഒരു സെഷൻ നിങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടത്തുമ്പോൾ സ്റ്റുഡൻസ് നിങ്ങളോട് വന്ന് സജസ്റ്റ് ചെയ്യാറുണ്ടോ ഇങ്ങനെ പ്രോഗ്രാംസ് വെക്കണം, എന്ത് സ്റ്റഡി ജാമാണ് അവർക്ക് വേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും വന്ന് പറയാറുണ്ടോ? ഇനീഷ്യലി അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യലി നമ്മളൊരു ടോപ്പിക് ചൂസ് ചെയ്തിട്ട് അങ്ങനെ നടത്തുമായിരുന്നു. ബട്ട് ഓവർ ദ ടൈം കുട്ടികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാനും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു, അങ്ങനെ ചെയ്താൽ കൊള്ളാം, എനിക്ക് അതിനെപ്പറ്റിയാണ് പഠിക്കാൻ കുറച്ചും കൂടെ ആഗ്രഹമുള്ളത്, അപ്പോൾ എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് എടുത്ത മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി ജാമായിരുന്നു ഞങ്ങൾ കണ്ടക്ട് ചെയ്തത്. അപ്പം ഇനീഷ്യലി അതിനെ കുറച്ച് എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് അത്യാവശ്യം നന്നായിട്ട് പോയി. എൻ്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇയർ അവസാനം തീരാറായപ്പം ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി അന്ന് ഒരു സെഷൻ എടുത്തില്ലായിരുന്നു, നമുക്ക് ഇത്തവണ ഒരു പ്രൊജക്റ്റായിട്ട് വന്നത് അതിനെപ്പറ്റിയായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ എനിക്ക് അധികമൊന്നും മനസ്സിലായില്ലെങ്കിലും ബട്ട് അന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കൊരു സെഷൻ പോലെ എടുക്കാം. അങ്ങനെ അവൻ്റെ ക്ലാസ്സിലും കുറേ കുട്ടികളുണ്ട് ആ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. വേറെ ക്യാമ്പസിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആണ് മെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലേണിംഗ് പ്രോഗ്രാംസ് ഓർ സ്റ്റഡി ജാംസ് എടുക്കുമ്പോൾ റിസോഴ്സ് പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇഷ്യൂസായിട്ട് മാക്സിമം നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക ചെയ്യാറ്. അതാകുമ്പോൾ ട്രാവലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്യൂ ആവാതിരിക്കാൻ നമ്മൾ മാക്സിമം അങ്ങനെ നോക്കുക ചെയ്യാറ്. ബട്ട് ചില ടോപ്പിക്സ് വരുമ്പോൾ അങ്ങനെ പറ്റാറില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് വേറെ കോളേജിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യും. വേറെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് അങ്ങനെ. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു സ്പീക്കറിന് പകരം 1-2 സ്പീക്കറായിട്ട് ഒരുമിച്ച് ചെയ്യാമെന്നോ അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ കൊടുക്കുമ്പം അത് വലിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല ആക്ച്വലി. ഞാൻ ജനറലായിട്ടാണ് ചോദിക്കണത്. സോ 1 yearൻ്റെ ജേർണി ഇപ്പം എൻജോയ്. സോ ദർ വർ എ ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് 1 event that you collectively agree that നിങ്ങളെല്ലാവരും പ്രൗഡാണ്, ദിസ് വാസ് ദ ബെസ്റ്റ് ഇവൻറ്റ്, ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റിലാണെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഇവൻറ്റ് ഏതായിരിക്കും? Why would you say Tinker Hack was the best event? അതിന് കിട്ടിയ ഇമ്പാക്റ്റ് ഇസ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ വളരെ അധികം. അതിന് പുറകെ പോയ എഫേർട്ടും അത്രയാണ്. പക്ഷേ ഇറ്റ് വാസ് വെരി മാജിക്കൽ. ആസ് ഇൻ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതാൻ ലൈക്ക് മെക്കാനിക്കലിലെ പിള്ളേർ വരെ ഞങ്ങൾക്ക് വന്നായിരുന്നു ടിങ്കർ ഹാക്കിന്, വിച്ച് വാസ് എ ഹ്യൂജ് ഷോക്ക് ഫോർ us. അപ്പം ഒരു ലൈൻ പോലും കോഡ് എഴുതാത്ത ആൾക്കാർ
ദേ ബിൽഡ് പ്രോജക്റ്റ് എന്നിട്ട് അവർ സബ്മിറ്റ് ചെയ്തു. ദാറ്റ് വാസ് സംതിങ് ഹ്യൂജ്. പിന്നെ ഞങ്ങൾ യൂസ്ലെസ് പ്രൊജക്റ്റിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടിങ്കർ ഹാക്ക് നടന്നു. ഞങ്ങളൊരു 1 hour കൾച്ചറൽസ് സെറ്റ് ചെയ്തു. ചൂസ് ട്രൂത്ത് ഓർ ഡെയർ, ഗെയിംസ്, ഗിറ്റാർ, കോൺസേർട്ട്, അതങ്ങനെ. ആൻഡ് 1 hour സെറ്റ് ചെയ്ത സാധനം 1.25 മണിക്കൂർ പോയി. ബിക്കോസ് പീപ്പിൾ വർ ഹാവിങ് ടു മച്ച് ഫൺ. ആൻഡ് ടിങ്കർ ഹാക്കിൽ എടുത്ത് പറയാനുള്ള ഒരു മൂമെൻറ്റ് വാസ് ലൈക്ക് ജാസിമിൻ്റെ ക്ലാസ്സിലൊരു ഫസ്റ്റ് ഒരു കുട്ടിയുണ്ട്. ഷീ ഹാഡ് എ പ്രോജക്റ്റ് ടിങ്കർ ഹാക്കിന്. പക്ഷേ സബ്മിഷൻ ടൈം എത്തിയപ്പോഴും ആൾ വിചാരിച്ച അത്രയും അത് എത്തിയില്ല. അപ്പോൾ വാട്ട് ഷീ ഡിഡ് വാസ് ടിങ്കർ ഹാക്ക് കഴിഞ്ഞിട്ടും ഷീ കെപ്റ്റ് ബിൽഡിങ് ഓൺ ഇറ്റ്. ഒരു 1.5 മാസം അതിൽ ബിൽഡ് ചെയ്തത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഫിനിഷ് പ്രോജക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇറ്റ് വാസ് വെരി ലൈക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ മെയിൻ കൺസേൺ വാസ് ഓക്കെ ഹാക്കത്തോൺ ടിങ്കർ ഹാക്കിന് വന്നു, ബിൽഡ് ചെയ്തു, പോയി. അത് കഴിഞ്ഞ് ബിൽഡ് ചെയ്യുന്നതാണ് ആ മേക്കർ കൾച്ചറിൻ്റെ ഹോൾ കോൺസെപ്റ്റ്. സോ അത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി ഹാപ്പി ഫോർ അസ്. ഇപ്പം ടിങ്കർ ഹാക്കിലാണേലും വേറെ ഇവൻറ്റ്സിലാണേലും സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് സർട്ടിഫിക്കറ്റ്സ് എക്സ്പെക്ട് ചെയ്ത് ചിലപ്പോൾ പിള്ളേർ വരും. and അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പോളിസിയാണ് ടിങ്കർ ഹബ് ക്യാരി ചെയ്യണത്. അതായത് നോട്ട് സർട്ടിഫിക്കറ്റ്സും പാടില്ല, രജിസ്ട്രേഷൻ ഫീസും പാടില്ല. സോ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഹോൾ പോളിസി വരുമ്പോൾ ആർ ദർ പീപ്പിൾ ഹൂ ബാക്ക് ഔട്ട് ഓർ ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ഇല്ലെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അവർ ബാക്ക് ഔട്ട് ചെയ്യും. സോ ആ പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യണത്? നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പിള്ളേർ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം അവസാനം ആയിരിക്കും ചോദിക്കുന്നത് ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അത് എപ്പോഴായിരിക്കും കിട്ടുന്നതെന്ന്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷേ നമുക്കൊരു കോർ എമൗണ്ട് ഓഫ് പീപ്പിൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് വന്ന് ഇവർക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇവർ ഓരോന്ന് ചെയ്യുന്ന പ്രൊജക്ട്സും കണ്ട് ബാക്കിയുള്ള കുട്ടികൾ ഇൻസ്പയർ ആവുകയും അവർ ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഗ്രോ ചെയ്ത് വരികയായിരുന്നു. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം പിള്ളേർ എപ്പോഴും കറൻ്റ്ലി ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗെയിനാണ് നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ്സ്, ആക്ടിവിറ്റി പോയിന്റ്സ്, ബിക്കോസ് അത് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നൊരു കാര്യം ആക്ടിവിറ്റി പോയിന്റ്സ് ഇസ് സംതിങ് ഹ്യൂജ് എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ നാച്ചുറലായിട്ട് കോളേജ് ലൈഫിലൂടെ ആ 4 years പോകുമ്പോൾ 100 ആക്ടിവിറ്റി പോയിന്റ്സ് ആർ നോട്ട് ടു മച്ച്, ഈസി ആയിട്ട് കിട്ടും. പക്ഷേ വി തിങ്ക് ഇറ്റ്സ് സംതിങ് ബിഗ്. അതുകൊണ്ടാണ് മെയിൻലി പിള്ളേർ ഈ സർട്ടിഫിക്കറ്റ്സിനായിട്ട് വരുന്നത്. വാട്ട് ഐ എം പ്രൗഡ് ഓഫ് ഇസ് വിശ്വജ്യോതിയിൽ ആ സർട്ടിഫിക്കറ്റ് കൾച്ചർ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. പീപ്പിൾ ആർ നോട്ട് എക്സ്പെക്ടിങ് സർട്ടിഫിക്കറ്റ്സ് എനിമോർ. ലൈക്ക് ജാസിം പറഞ്ഞ പോലെ ഇനിഷ്യലി സർട്ടിഫിക്കറ്റ്സ് ചോദിച്ച ആൾക്കാർ വരുമെങ്കിലും ഇപ്പോൾ നേരെ ലൈക്ക് സർട്ടിഫിക്കറ്റ്സ് അല്ല, ഇറ്റ്സ് നോട്ട് ഒരു പുതിയ കോൺസെപ്റ്റ് ഒന്നും അല്ല, സർട്ടിഫിക്കറ്റ്സ് അല്ല, ഫൈൻ എന്നുള്ള രീതിയിലാണ്. ക്യാമ്പസിൽ കമ്മ്യൂണിറ്റീസ് നടത്തുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സാധനമാണ് കോളേജിൽ മേക്കേഴ്സ് ഉണ്ടാക്കുക, ഒരു മേക്കർ കൾച്ചർ ഉണ്ടാക്കുക. സോ അക്കോർഡിംഗ് ടു യു ഗൈസ് എന്താണ് ഒരു മേക്കർ ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മേക്കർ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കോളേജിലൊക്കെ കൂടുതലും CGPA തന്നെയാണ് ഒരു ഇമ്പോർട്ടൻസ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ട്രഡീഷണൽ രീതി മാത്രം ഫോളോ ചെയ്യാണ്ട് ഒരു ഔട്ട്സൈഡ് അക്കാഡമിക്സ് ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ഔട്ട് ചെയ്യുക, ഇവൻ ഇഫ് ഇറ്റ്സ് ഫെയിൽ ആയാൽ പോലും ട്രൈ ഔട്ട് ചെയ്യുക, അതാണ് ഒരു മേക്കർ കൾച്ചർ. ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരിപ്പോൾ നേരത്തെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ട്രാവലോ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ ചെറിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ തൊട്ടും ഇപ്പോൾ ആദ്യമൊന്നും ടെക്കിനെ പറ്റി അധികം സംസാരിക്കാത്തുള്ളവർ ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആവില്ലായിരുന്നു എന്ന് പറയാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനും ഉള്ള മെൻറ്റാലിറ്റി ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അതൊരു മേക്കർ കൾച്ചർ ഉണ്ടാക്കിയ ഡിഫറൻസ് എന്ന് തോന്നിയിട്ടുണ്ട്. ജനറലി ഹൗ ഇസ് ദ റിറ്റൻഷൻ റേറ്റ് ഫോർ യുവർ ഇവൻറ്റ്സ് ഓർ സ്റ്റഡി ജാംസ് എസ്പെഷ്യലി നടത്തുവാണെങ്കിൽ റിറ്റൻഷൻ റേറ്റ് എങ്ങനെയുണ്ട്? റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുമ്പം നമുക്കങ്ങനെ ഒത്തിരി കുറഞ്ഞു പോകുന്നൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് രജിസ്ട്രേഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ ഒരു 50 പീപ്പിളൊക്കെ രജിസ്റ്റർ ചെയ്യും, ബട്ട് വരുന്നത് ഒരു 40 ആയിരിക്കും. ബട്ട് ഒരു 40 വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ പരിപാടി വരെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടിങ്കർ ഹാക്ക് മാത്രമായിരുന്നില്ല, ഞങ്ങൾക്ക് ടിങ്കർ ഹാക്ക് എന്ന് പറയുമ്പോൾ അതൊരു എൻറ്റയർ മന്ത് മുന്നേ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു വിറ്റിൻ്റെ ഒരു ഓഫ്ലൈൻ മീറ്റ് വെച്ചു. നമുക്ക് വിറ്റിന് ഇതുവരെ ഒരു ഓഫ്ലൈൻ മീറ്റ് ഉണ്ടായില്ല. നമ്മൾ ക്ലാസ് ടൈമിൽ ഒരു 1 hour നമ്മളൊരു ഓഫ്ലൈൻ സെഷൻസ് വെച്ചു. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഫസ്റ്റ് പെട്ടെന്നൊരു ഗേൾസിന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ബട്ട് സ്റ്റിൽ ഒരു 60 കുട്ടികൾ അതിന് വന്ന് നമ്മൾ അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും കാര്യങ്ങൾ. അതൊരു നോൺ ടെക്നിക്കൽ ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ നടത്തിയത്. നമ്മൾ എന്തൊക്കെയാണ് ടിങ്കർ ഹബ് എന്താ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് ടിങ്കർ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വരുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കോഡൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മളിതെല്ലാം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ചെയ്ത് ആ ഒരു മീറ്റിൽ. അതൊരു 1 hour മീറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 പ്രീ സെഷൻസ് വെച്ചു. എന്നിട്ട് നമ്മളിത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ടിങ്കർ ഹാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു. അതായത് ഇപ്പം ഒന്നും അറിയത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഇനീഷ്യൽ കൺസേൺ. അപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 3-4 കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100+ സ്റ്റുഡൻസ് ആയിരുന്നു അതിനെല്ലാം ഓരോ സെഷനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രം ദ സ്റ്റാർട്ട് ടുവാർഡ്സ് ദ എൻഡ് വരെ ഈ കുട്ടികളെല്ലാവരും അതിനകത്ത് കാണുകയും ചെയ്യും.
അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയി. ഇത്രയും കുട്ടികൾ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതങ്ങനെ അതങ്ങനെ തീർന്നു. 3 days അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. ടിങ്കർ ഹാക്കിന് രജിസ്ട്രേഷൻ ഫോംസ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിരുന്നു പാട്, ആരെയൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ കുറവൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് 60 പാർട്ടിസിപ്പൻസ് ആയിരുന്നു. ഇത്തവണ നമ്മളത് 100 പാർട്ടിസിപ്പൻസ് വെച്ചിട്ട് നമ്മൾ നടത്തുക ചെയ്തത്. ഞാൻ നേരത്തെ അർഫാനോട് സംസാരിച്ചപ്പോഴാണെങ്കിലും there were a lot of things you guys wanted to do in your campus ഈ 1 year, ബട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം പറയും? കുട്ടികൾക്ക് എല്ലാവർക്കും പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ളൊരു സ്പേസ് റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പസിലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാരണമൊന്നും അത് നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത ഇയർ ആകുമ്പോഴത്തോട്ടും അതുകൂടി ഫിക്സ് ചെയ്യണമെന്നുണ്ട്. പിള്ളേരൊക്കെ ലൈക്ക് റാൻഡമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇടാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വരുന്ന പിള്ളേർക്ക് ഞങ്ങൾ ഏതെങ്കിലും റാൻഡം ഡേ എന്തെങ്കിലും ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നില്ലാത്തൊരു പ്ലാനായിരുന്നു. പിന്നെ അനദർ വൺ വാസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ. അത് ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എല്ലാവരും എല്ലാത്തിലും ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു റാൻഡമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിനിപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ വരും. അങ്ങനെ ഒത്തിരി പേര് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനെ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഒരു 3-4 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചു. അതായത് മെഷീൻ ലേണിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, വെബ് ഡെവലപ്മെൻറ്റ്, ഫ്ലട്ടർ, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഉള്ള ഒരു 3-4 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ച് ബാക്കിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളതിന് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു 3-4 മെൻറ്റേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ചു. ബട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നു, നമുക്കത് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഷോർട്ട് ടൈമിലേക്ക്. നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ജാംസ് അതിന് ഓറിയൻറ്റഡ് ആയിട്ട് നടത്താം. അപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും എല്ലാവരും. അതായത് ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നി. അത് നെക്സ്റ്റ് ഇയർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഓപ്പൺ ഫോർ ഓൾ തന്നെ. അപ്പോൾ ചിലവർ ഇപ്പം എന്തെങ്കിലും പുതിയ ഗ്രൂപ്പ് വന്നാൽ ദിസ് ലുക്ക് സ്കൂൾ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിടും. പിന്നെ ആരും ആക്റ്റീവ് ആയിരിക്കില്ല, അത് ഡെഡ് ആവും. അതിന് പകരം വാട്ട് വി തോട്ട് വാസ് ഇനിഷ്യലി ഒരു 10 പേര് വെച്ച് ലിമിറ്റ് ചെയ്യാം. ആൻഡ് ഈ 10 പേരെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പരിപാടികളോ നമ്മുടെ സ്റ്റഡി ജാംസിലോ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന പിള്ളേരെയാണ്. ആൻഡ് 10 പേരെ കിട്ടി ഒരു മെൻറ്ററിന് അസൈൻ ചെയ്ത് ഗ്രൂപ്പ്, ആൻഡ് ദേ സ്റ്റാർട്ട് ബിൽഡിങ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ഫോമോ ആയിരിക്കും, എൻ്റെ കൂടെ പഠിക്കുന്നവൻ ദേ ആർ ബിൽഡിങ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ്, ഇങ്ങനെ ടിങ്കർ ഹബിൻ്റെ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കും അത് ചെയ്യാൻ നമുക്കപ്പോൾ പുതിയ ആൾക്കാരെ റീലും ചെയ്യാനും കൂടെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ അർഫാൻ പറഞ്ഞ പോലെ ഒരു ഇവൻറ്റിന് ഒരു സെലക്റ്റഡ് നമ്പർ ഓഫ് ഇവൻറ്റ്സിന് വന്നാലും ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്താലും ഡസൻ മീൻ അവിടെ ഒരു കമ്മ്യൂണിറ്റി നെസസറിലി ഫോം ആവുന്നുണ്ടെന്ന്. സോ നിങ്ങളെങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിറ്റി ഫോമിങ് ഓർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സ്ട്രാറ്റജിക്കലി ആണോ നിങ്ങൾ ചെയ്തത്? ബിക്കോസ് ഫ്രം ദ ഫൗണ്ടേഷൻ സൈഡ് ഇറ്റ്സ് സ്റ്റിൽ സംതിങ് വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് എങ്ങനെയാണ് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണമെന്ന്. സോ ഹൗ ഡിഡ് യു ഗൈസ് മാനേജ് ദാറ്റ്? അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് എനിക്ക് പ്ലാൻ ഇല്ല. ഇറ്റ് വാസ് വെരി ഓർഗാനിക്. ആസ് ഇൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പോലെ പ്ലാൻസ് ഉണ്ട്, പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അത് നടത്താൻ ഇറ്റ് ഈസ് എ ബിറ്റ് ഹാർഡ്. പക്ഷേ ഓർഗാനിക് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വി ഹാവ് പറയുമ്പോൾ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ആണെങ്കിലും ദേ ആർ വെരി ആക്റ്റീവ്. ഞങ്ങളിപ്പോൾ വാട്സപ്പിൽ നിന്ന് മാറി പതിയെ ഒരു ഡിസ്കോഡിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ലൈക്ക് അവർ എപ്പോഴും ആക്റ്റീവാണ്. ആൻഡ് നെസസറിലി ടെക്കിനെ കുറിച്ച് തന്നെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. ചിലപ്പോൾ അവർ ഇപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് സെർവർ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരെല്ലാം ഒരുമിച്ച് വന്ന് കളിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ആൻഡ് സെർവർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആരുടെ PC ഫുൾ ടൈം ഓൺ ചെയ്ത് അതൊരു സെർവറാക്കാൻ സെറ്റപ്പ് ചെയ്യാനുള്ള ലൈക്ക് അതിലൂടെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ ചെയ്ത് ആ ഡിസ്കോഡിൽ ഇപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്നെ റാൻഡംലി ഇപ്പോൾ രാത്രി 1 മണിക്കൊക്കെ വിളിക്കുന്ന പിള്ളേരുണ്ട്. ആസ് ഇൻ അർഫാൻ എനിക്കിങ്ങനെ ഇത് പഠിക്കാൻ താല്പര്യമുണ്ട്, ഒരു റോഡ് മാപ്പ് പറഞ്ഞു തരാമോ, ഓർ ഇൻറ്റേൺഷിപ്സ് എങ്ങനെ ഇൻറ്റേൺഷിപ്പ് ലൈക്ക് എസ്പെഷ്യലി അറൗണ്ട് ഈ ടൈമിൽ കുറേ ഇൻറ്റേൺഷിപ്പ് സ്കാംസ് വരുന്ന ടൈമാണ്. അപ്പോൾ അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനും അങ്ങനെ ഹെൽപ്പൊക്കെ ചോദിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒരു ബിൽഡിങ് ഉണ്ട്. ജനറലി ഒരു ഇവൻറ്റ് വെക്കുകയാണെങ്കിൽ ഓർ ലെറ്റ്സ് ഒരു ലാർജ് സ്കെയിലിൽ ഒരു ഇവൻറ്റ് വെക്കുകയാണ്, ലൈക്ക് ടിങ്കർ ഹാക്ക് ആണെങ്കിലും യൂസ്ലെസ് പ്രൊജക്റ്റ് ആണെങ്കിലും, വാട്ട് ഇഷ്യൂസ് ഓർ ചാലഞ്ചസ് ഡു യു നോർമലി ഫേസ്? നിങ്ങൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? ബിക്കോസ് ചിലപ്പോൾ ഭയങ്കര ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് ആ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യണത്? ഹൗ ഡു യു സോൾവ് ദം? ടിങ്കർ ഹാക്ക് നടത്തുന്നതാണെങ്കിൽ പോലും ഫണ്ടിങ് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് എല്ലാവരും കിടന്ന് ഓടിയിട്ടായിരുന്നു അത്രയും സ്പോൺസേഴ്സ് നമ്മൾ റെഡിയാക്കിയത്. അത് മെയിൻ ഇഷ്യൂ. പിന്നെ പെർമിഷൻസും പേരൻസിനകത്ത് പറഞ്ഞത് പേരൻസ് വിടില്ല, അങ്ങനെ ഇതൊക്കെയാണ് മെയിൻലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. ഇഫ് യു ഹാഡ് ടു ചൂസ് വൺ ഇവൻറ്റ് ദറ്റ് യു ആർ ഷുവർ ദാറ്റ് സ്റ്റുഡൻസിന് ഭയങ്കര ഹാപ്പി ആയി ഓർ ടിങ്കർ ഹബിൽ നിന്നുള്ള ഇമേജ് തന്നെ മാറി, what would you have to say? Frame to Fabric. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ, എന്താണ് ഇവന്റ്, അവിടെ എന്താണ് നടന്നത്?
ദാറ്റ് ഫ്രെയിം ടു ഫാബ്രിക് എന്ന് പറഞ്ഞ ഇവന്റ് വാസ് മൊത്തം ജാസിം കാ ബ്രെയിൻ ചൈൽഡ്. സോ അത് മൊത്തം A to Z ജാസിമുമാണ് നോക്കിയത്. ലൈക്ക് പെർമിഷൻസ് കാര്യം ഞാൻ ഒന്ന് സ്പൂൺ ഫീഡ് ചെയ്തതായിട്ടും ജാസിം ഇവന്റ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഡു യു ഹാവ് ഐഡിയാസ്? ആൻഡ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഡോക്ക് ഒക്കെ അയച്ചു തന്നു. ആൻഡ് വൺ ഡേ വാസ് ലൈക്ക് ഓക്കെ ജാസിം നീ നടത്തിക്കോ, ഓൾ കൂൾ എന്ന് പറഞ്ഞ് പുള്ളി പെർമിഷൻസ് ഒക്കെ മേടിച്ച് നടത്തി. ദി ഐഡിയ ഓഫ് ദി ഇവന്റ് വാസ് ഒരു ഫിഗ്മ ലേണിംഗ് ഇവന്റ് ആണ്. ഫിഗ്മ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും. ആൻഡ് ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന കുട്ടിയുടെ ഡിസൈൻ നമ്മളൊരു ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. അപ്പം അത് ഭയങ്കര ഒരു അടിപൊളി കോൺസെപ്റ്റ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ കൗണ്ട് വൈസ് 13 പേര് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അത് ക്ലാസ് ടൈമിൻ്റെ ഇടയിലായിരുന്നു, ഡ്യൂട്ടി ലീവ്സ് അങ്ങനത്തെ ഇഷ്യൂ. പക്ഷേ ഞങ്ങൾ നടത്തിയ ടിങ്കർ ഹാക്ക് ഒഴിച്ച് ഞങ്ങൾ നടത്തിയേക്കുന്നതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ആസ് ഇൻ 13 പേര് വന്നിട്ടുണ്ടെങ്കിൽ 13 പേരും പ്രോപ്പറായിട്ട് ഫിഗ്മ പഠിച്ചു. ആസ് ഇൻ ഫിഗ്മ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ വന്നായിരുന്നു. ആൻഡ് ദേ ആക്ച്വലി ബിൽഡ് സംതിങ്. ആൻഡ് അവരുടെ ഡിസൈൻസ് കണ്ടു. വി ആക്ച്വലി മേഡ് ദം ടോക്ക് അബൌട്ട് വാട്ട് ദെയർ തോട്ട് പ്രോസസ് വാസ്. ആ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ അത് നല്ല ഫണ്ണായിട്ട് അങ്ങനെ പോയായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഫിഗ്മയുടെ ഒരു ഓൺലൈൻ സെഷൻ ഇതിന് മുന്നേ നടത്തിയായിരുന്നു. അതിനൊന്ന് ഫീഡ്ബാക്ക് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. ലൈക്ക് ഫിഗ്മ എന്താണെന്ന് പിള്ളേർക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്നുണ്ടായിരുന്നു. സോ അവർ തന്നെ ഇങ്ങോട്ട് ഫീഡ്ബാക്കായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞ് വന്നതാണ്. എന്നിട്ട് സെക്കൻഡ് പാർട്ട് നടത്തിയപ്പോൾ ഈ ടോട്ടൽ ബിഗിനേഴ്സ് ഒന്നും നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു ഇവർ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ഡിസൈൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ലൈക്ക് എന്തൊരു കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ജഡ്ജ് ചെയ്തത് ഞങ്ങൾക്കറിയാം. അവസാനം ഒരു സ്പ്ലിറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു ആർക്കാ പ്രൈസ് കൊടുക്കേണ്ടത്. എന്നിട്ട് സ്പ്ലിറ്റ് ഡിസിഷൻ അർഫാൻ ഒരാളെ സെലക്ട് ചെയ്തു, ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവസാനം കോർ ടീമിലോട്ട് കൊടുത്ത് അവർ വോട്ട് ചെയ്താണ് സെലക്ട് ചെയ്തത്. അർഫാൻ ഇതിനു മുമ്പ് കോർ ടീമിൽ ഇല്ലായിരുന്നു ലാസ്റ്റ് ഇയർ. വാട്ട് മേഡ് യു വാണ്ട് ടു അപ്ലൈ ടു ബി എ ലീഡ്? Completely different concept ആയിരിക്കും when compared to other clubs or other communities in your college. So Tinker Hub എന്നുള്ള whole new concept, what made you interested in it and why did you apply? Okay, so ഞാൻ ടിങ്കർ ഹബിൽ ജോയിൻ ചെയ്ത ലൈക്ക് ടിങ്കർ ഹബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഇവന്റ് വാസ് ടിങ്കർ ഹാക്ക് മെൻറ്ററായിട്ട്. ലൈക്ക് ഞാനൊരു ഹാക്കത്തോണിന് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ മെൻറ്ററായിട്ട് പോയി. അതിന് മുന്നേ ഐ വാസ് പാർട്ട് ഓഫ് ആൻ അതർ ക്ലബ് ആസ് എ ടെക് ലീഡ്. ആൻഡ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഡിഫറൻസ് വാസ് ബാക്കി ക്ലബ്സ് ഹാഡ് സം ഹിഡൻ മോട്ടീവ് ആസ് ഇൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും. പക്ഷേ ടിങ്കർ ഹബിന് അതില്ലായിരുന്നു. ഇറ്റ് വാസ് പ്യുവർ ലേണിംഗ്. ആസ് ഇൻ അന്ന് പ്രിയൊക്കെ ഉണ്ടായിരുന്നു ആസ് എ പാർട്ടിസിപ്പൻറ്റ്. ആൻഡ് അവർക്ക് കിട്ടിയ ഇമ്പാക്ട് ലൈക്ക് എവ്രി വൺ വാസ് ഹാവിങ് ടു മച്ച് ഫൺ. പ്രോഗ്രാം ചെയ്ത് ടു മച്ച് ഫൺ. ലൈക്ക് അത് വിശ്വത്തിൽ അങ്ങനെ കാണാത്തൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ലൈക്ക് ഓ ദിസ് ഈസ് കൂൾ. ആൻഡ് ഐ വാസ് ആക്ച്വലി സെറ്റ് ടു ബി ദ ലീഡ് ഓഫ് ആ മറ്റേ കമ്മ്യൂണിറ്റി. ആൻഡ് അവരുടെ ലീഡും എന്നോട് അപ്രോച്ച് ചെയ്തതായിരുന്നു. പക്ഷെ ദെൻ ഐ ഹാഡ് എ ടോക്ക് വിത്ത് അശ്വതി, ഐ ഹാഡ് എ ടോക്ക് വിത്ത് റയൻ. ഞങ്ങൾ അവസാനം ഞാൻ വിചാരിച്ചു ടിങ്കർ ഹബ് തന്നെയാണ് ദ പ്ലേസ് ഫോർ മീ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഒത്തൻറ്റിക്. അപ്പോൾ ആ ഒരു എഫക്റ്റും കൊണ്ട് ക്യാമ്പസ് ലീഡ് ആയപ്പോൾ ദർ വർ എ ഫ്യൂ ചേഞ്ചസ് ഇൻ മീ ത്രൂ ഔട്ട് ദിസ് ഇയർ. ഇനിഷ്യലി ഐ വാസ് വെരി അഫ്രൈഡ് ടു ഡെലിഗേറ്റ് വർക്ക് ടു പീപ്പിൾ. ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു ഞാനിത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഇഫ് ദേ വിൽ ഡു ഇറ്റ് അത്രയും പെർഫെക്റ്റ്. ബിക്കോസ് പെർഫെക്ഷനിസം ഇറ്റ് ഈസ് എ വെരി ബാഡ് ട്രേറ്റ് ഞാൻ പറയാം. ആൻഡ് ഐ ഹവ് ലോസ്റ്റ് സ്ലീപ്പ് ഓവർ ഇറ്റ്. പക്ഷേ ഐ ഹവ് ലേൺഡ് ഹൗ ടു ട്രസ്റ്റ് പീപ്പിൾ. എങ്ങനെ ഇത് ചെയ്യും. ഞാൻ ഇപ്പോൾ ഫ്രെയിം ടു ഫാബ്രിക് ആയാലും ജാസിമ മൊത്തം ഹാൻഡിൽ. ഐ ഹാഡ് നോ ഹാൻഡ് ഇൻ ദാറ്റ്. ടിങ്കർ ഹാക്ക് ആയാലും ഇവരും ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, സെബിൻ, അലൻ, അബ്രഹാം, അന്ന, ഗോപിക, ഇവരെല്ലാവരും കൂടെ ആണ് ടിങ്കർ ഹാക്കിൻ്റെ കൾച്ചറൽസും എല്ലാം ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. ടിങ്കർ ഹാക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വാസ് കൾച്ചറൽസ്. ബിക്കോസ് അത്രയും ഹിറ്റായിപ്പോയി. സോ അത് എനിക്കുള്ളൊരു നല്ല ചേഞ്ച് ആയിരുന്നു. ആൻഡ് ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് ഈസ് ഞങ്ങളുടെ കോളേജ് ടെക് ഫെസ്റ്റ് ദൃശ്യയിൽ ആസ് അതർ എല്ലാ കോളേജ് ഫെസ്റ്റും അടികളുണ്ടായിരുന്നു. ആ കോർണറിൽ ഒരു അടി, ഈ കോർണറിൽ വേറെ അടി, മറ്റേ കോർണറിൽ വേറെ അടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഒരു ഒഫീഷ്യൽ മെസ്സേജ് എന്ന രീതി ഫ്രെയിം ചെയ്തിട്ടൊരു മെസ്സേജ് വന്നു. ആസ് ഇൻ ഓക്കെ പിള്ളേർ വിശ്വജ്യോതി കോളേജിൽ ദൃശ്യ എന്ന ടെക് ഫെസ്റ്റ് നടന്നു. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിയുടെ റീസൺ ഈസ് തക്കതായ ഇന്നോവേഷൻ ഇല്ലാത്തത്. അപ്പോൾ ഇന്നോവേഷനും കാര്യങ്ങളും വളർത്താൻ എല്ലാവരും ടിങ്കർ ഹബ് ജോയിൻ ചെയ്യണം. ആൻഡ് ഐ ഗോട്ട് എ നിക് നെയിം, ടിങ്കർ മോൻ നയിക്കുന്ന ടിങ്കർ ഹബ് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഹോൾ മെസ്സേജ് വന്നത്. ക്യാമ്പസിൽ ഇപ്പോൾ എല്ലാവരും അർഫാനെ ടിങ്കർ മോൻ എന്നാണ് വിളിക്കാറ്. അതെ. ടിങ്കർ ഹാക്ക് കഴിഞ്ഞപ്പോൾ ലൈക്ക് വിമൻ കമ്മ്യൂണിറ്റി ലൈക്ക് സ്റ്റേബിളായി അത് പറയാം. അതിനകത്ത് ലൈക്ക് റിട്ടേൺസ് റേറ്റ് പറഞ്ഞതുപോലെ കൂടി. പിള്ളേർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓപ്പൺ മൈക്ക് നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല, ലൈക്ക് കൗണ്ട് ഭയങ്കര കുറവായിരുന്നു, സിംഗിൾ ഡിജിറ്റ് വരെ ഉണ്ടായിരുന്നു. ഞാൻ പരിപാടിയൊക്കെ നടത്തുമ്പോൾ അയ്യോ നടത്തണം ഇനി പിള്ളേരൊന്നുമില്ല, സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ലൈക്ക് വീട്ടിൻ്റെ ഓഫ്ലൈൻ മീറ്റ് നടത്തി.
നടത്തി കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ പിള്ളേർ വന്നു, അവരോട് ചോദിച്ചു എന്തേ വരാത്ത, ഇങ്ങനെ ഓപ്പൺ മൈക്കൊക്കെ നടത്തുന്നുണ്ട്, നിങ്ങൾ എന്നാ കൂടാത്തതെന്നൊക്കെ ഞാൻ ഡയറക്റ്റ് ചോദിച്ചു. പിള്ളേർ ഓപ്പൺ മൈക്കോ, അതൊക്കെ എന്താണ്? ഇത് ശരിക്കും നെറ്റിയപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പൺ മൈക്ക് നടത്തിയപ്പോൾ പിള്ളേർ കൂടി. അത് കഴിഞ്ഞ് ടിങ്കർ ഹാക്ക് വന്നപ്പോൾ ലൈക്ക് പിള്ളേരുടെ എണ്ണം 3 days ഓൺലൈൻ മീറ്റ് വെച്ചു. നമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്പേഴ്സ് എൻ്റെ കാര്യം പറയുന്നുണ്ട്. സ്റ്റേബിളായിട്ട് പിള്ളേർ എല്ലാ പരിപാടിക്കും വന്ന് ആ ഹാക്കത്തോൺ കൂടി. അത് കഴിഞ്ഞ് പിള്ളേർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ലൈക്ക് ഹ്യൂജ് ഇമ്പാക്റ്റ് ആയിരുന്നു. ദ വൺ തിങ് വാസ് ദാറ്റ് ടിങ്കർ ഹാക്ക് വാസ് സച്ച് എ ഹിറ്റ് ദാറ്റ് എല്ലാവരും ഉണ്ട്. അങ്ങനെ കോളേജിലുള്ള മിക്ക പിള്ളേരും ലൈക്ക് 3/4 ഓഫ് ദ പീപ്പിൾ തോട്ട് ദാറ്റ് ടിങ്കർ ഹാക്ക് വാസ് ഫോർ ഗേൾസ്. വുമൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ക്ലബ്ബ് തുടങ്ങിയേക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിടും പറഞ്ഞു, നിങ്ങൾ ടിങ്കർ ഹാക്ക് നടത്തുന്ന പോലെ ഒരു ടിങ്ക് ഹിം ഹാക്ക് നടത്തേ. ലൈക്ക് ബോയ്സിന് വല്ല ഹാക്കത്തോടെ വെക്കണ്ട, ഗേൾസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന എന്താ വരെ ചോദിച്ചു ഞങ്ങളോട്. സക്സസ് ആയി പോയതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. പുതിയ കോളേജ് ഒരു ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി തുടങ്ങുവാണെങ്കിൽ അവർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ അവർക്ക് എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി മുന്നിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. സോ അവരോട് വാട്ട് അഡ്വൈസ് ഓർ വാട്ട് സജഷൻസ് വുഡ് യു ഗൈസ് ഗിവ്? ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, അതാണ് മെയിൻ. നമ്മളിപ്പോൾ ചില പ്രോഗ്രാംസ് എടുത്തുമ്പോൾ ഭയങ്കര ലോ സ്റ്റുഡൻറ്റ് കൗണ്ട് ആണെങ്കിലും ആ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം നല്ല ക്വാളിറ്റിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കൂട്ടാനോ നോക്കുക. കൂടുതൽ പിള്ളേർ വന്നുകൊണ്ട് നമുക്ക് കാര്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളിൽ അവരെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ എമൗണ്ട് തന്നെ കൂടി. ആബിദ് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ ഓൺ ബോർഡിങ് ക്യാമ്പിൽ ഒരു ബസ്സുണ്ട് ത്രൂ ആൻ ഏരിയ. ആ ബസ് എന്നും ഓടുന്നുണ്ട്. ആ ബസ് ആ ഏരിയയിൽ നിന്ന് 3 പേരെ കയറാറുള്ളൂ. ബസ് അവിടെ ഓടിക്കുന്നത് നഷ്ടമാണ്. ആസ് ഇൻ എന്താ ഫ്യൂവലിൻ്റെ പ്രൈസും എല്ലാം നോക്കുമ്പോൾ നഷ്ടമാണ്. അപ്പം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ആ ബസ്സിൻ്റെ ഓണർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ബസ് അവിടെ നിർത്തുമോ ആൻഡ് റീറൂട്ട് ടു അനദർ ഏരിയ ഓഫ് കൂടുതൽ ആൾക്കാർ, ഓർ അവിടെ ഓടിക്കുമോ? അപ്പോൾ ദ റൈറ്റ് ആൻസർ വാസ് ആ ബസ് അവിടെ ഓടിക്കും. ആ ഒരു രീതിയിലാണ് കമ്മ്യൂണിറ്റി ഞങ്ങൾ അവിടെ നടത്തിയത്. അപ്പോൾ പുതിയത് തുടങ്ങുമ്പോഴും ഇപ്പോൾ 2 പേരോ 3 പേരോ ഉണ്ടെങ്കിലും നമ്മൾ ആ ഇവൻറ്റ് നടത്തിയിരിക്കണം. ബിക്കോസ് ആ 2 പേരോ 3 പേരോ ദേ ആക്ച്വലി വോണ്ട് ടു ലേൺ. അപ്പോൾ നമ്മൾ അവർക്ക് ചെയ്യുന്നൊരു ഡിസർവീസ് ആയിരിക്കും നമ്മൾ ഇവൻറ്റ് നടത്തിയില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ അവർ ലൈക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും വി ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ള രീതി. എൻ്റെ പേഴ്സണൽ ഇതെന്ന് വെച്ചാൽ ഒരു ഗുഡ് ഫാക്കൽറ്റി, ഒരു സപ്പോർട്ട് ചെയ്യണ ഫാക്കൽറ്റി, നമ്മുടെ കൂടെ എന്തിനും റെഡി ആവുന്നൊരു ഫാക്കൽറ്റി. അവരെ വിടാതെ പിടിച്ചോളൂ. അതെ, വിടാതെ പിടിച്ചോളിയോ, കാല് പിടിച്ചാലും വിടരുതോ. നമുക്ക് ആക്ച്വലി ഏറ്റവും അതുപോലെ തന്നെ ഒരു ആളെ നമുക്ക് കിട്ടിയ ആൻഡ്രൂ സാറാണ് നമ്മുടെ ഫാക്കൽറ്റി കോർഡിനേറ്റർ ആയിട്ടുള്ളത്. നമ്മളൊരു പരിപാടി പറയാൻ നോക്കിയിരിക്കുക അതെങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് നടത്താമെന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ടിങ്കർ ഹാക്കിനൊക്കെ ഇച്ചിരി സ്പോൺസർഷിപ്പിന് എമൗണ്ടൊക്കെ ഇച്ചിരി കുറഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി കോംപ്രമൈസ് ചെയ്യാം. നമുക്ക് ബിരിയാണി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇച്ചിരി ചപ്പാത്തി കൊടുക്കാമെന്നൊക്കെ നമ്മൾ ചെയ്തപ്പോൾ സാർ പറഞ്ഞില്ല, അതൊന്നും പറ്റില്ല, ബിരിയാണിയാണ് നമ്മുടെ ഹൈലൈറ്റ്. അതങ്ങനെ വെച്ചാൽ ഒരു പരിപാടിയുടെ ഒരു ക്വാളിറ്റി കുറയാതെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് സാറിൻ്റെ അടുത്ത് പറയാം. അതെങ്ങനെയെങ്കിലും സാറ് നമുക്ക് അത് നടത്തി തരും. ഞങ്ങളുടെ കോൺഫിഡൻസ് തന്നെ. ഇപ്പം ഞങ്ങൾ അയ്യോ സാറേ ഇത് എങ്ങനെ നടത്തും, ടെൻഷൻ, അതൊന്നുമില്ല, ഇതൊക്കെ നടക്കും, ഇതൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞു. പുള്ളിയൊരു സ്മൈലുണ്ട്, അത് കണ്ടാൽ മതി. ഐക്കോണിക് സ്മൈൽ. പുള്ളി നടത്തിയിരിക്കും. ഒന്നും ചോദിക്കട്ടോ. അനദർ സ്ട്രോങ് മെട്രിക് ഓഫ് എ കമ്മ്യൂണിറ്റീസ് അലുമിനയുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന് പാസ് ഔട്ട് ആയാലും ദേ സ്റ്റിൽ വോണ്ട് ടു എൻഗേജ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഓർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഗിവ് ബാക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആ ഒരു എൻഗേജ്മെൻറ്റ് കൂട്ടാനോ ഓർ അലുമിനയുടെ സപ്പോർട്ട് കിട്ടാനോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ ഒരു ഇവൻ്റ് പ്ലാൻ ചെയ്തായിരുന്നു, അലുമിന ടോക്സ് ആയിരുന്നു. അത് വിൻ്റർ ക്യാമ്പിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. ബേസിക്കലി പറഞ്ഞാൽ നമ്മളെ കോളേജിൽ അലുമിന നെറ്റ്വർക്ക് ഉണ്ട്, ഒരു അലുമിന അസോസിയേഷൻ ഉണ്ട്, പക്ഷേ അത് അത്രയും സ്ട്രോങ് അല്ല. സോ ഞങ്ങളുടെ മെയിൻ മോട്ടീവ് എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനൊരു സെഷൻ നടത്താം, അപ്പം അലുമിന അസോസിയേഷൻ ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്തെടുക്കാം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ഞങ്ങളെല്ലാം ഫിക്സ് ചെയ്തു, ലൈക്ക് വെന്യൂ എല്ലാം റെഡി ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് കേറ്റിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് വന്നു. ഇനീഷ്യൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 1 month CS ഒരാൾ, നെക്സ്റ്റ് February March ട്രിപ്ലി അങ്ങനെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്നെടുത്ത് അങ്ങനെ ഒരു ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരാൾ വേറെ കമ്പനി പോകുമ്പം അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ടീച്ചേഴ്സ് പറയുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളേജ് ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഈ കോർപ്പറേറ്റ് ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ, പിന്നെ ജോബ് എങ്ങനെയായിരുന്നു, അതൊക്കെ. ഡു യു തിങ്ക് നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിറ്റി റൺ ചെയ്യാൻ പറ്റി, ബിൽഡ് ചെയ്യാൻ പറ്റി? ഡു യു തിങ്ക്? യെസ്. ഹെസിറ്റേഷൻ ഡൗട്ടാണല്ലോ അല്ലേ? ഡു യു തിങ്ക് സക്സസ് ആയെന്ന്? യെസ്. ഇമ്പാക്റ്റ് കൂടുതലും കാണുന്നത്
ഫസ്റ്റ് ഇയർ ബിക്കോസ് ഞങ്ങളുടെ ഫോക്കസും ഫസ്റ്റ് ഇയർ ആയിരുന്നു. ബിക്കോസ് ദ ഹയർ അപ്പ് യു ഗോ ഇൻ ഇയേഴ്സ് ദ മോർ ഡെഡ് യു ബിക്കം. ലൈക്ക് പോവും ഇത്രയൊക്കെ ഉള്ളൂ കോളേജ്, ദിസ് ഇസ്. അപ്പോൾ ഞങ്ങളുടെ ഫോക്കസ് വാസ് ഫസ്റ്റ് ഇയേഴ്സ്. ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിനെ സെറ്റാക്കി എടുത്താൽ അവർ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇയേഴ്സിന് ലുക്കപ്പ് ചെയ്യാനൊരു ആൾക്കാരുണ്ട്. ആൻഡ് ഇറ്റ് വർക്ക് മാജിക്കലി. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ആ കമ്മ്യൂണിറ്റി കോർഡിനേറ്റ്, അതിൽ മെജോറിറ്റി ആൾക്കാർ ഫസ്റ്റ് ഇയേഴ്സാണ്. ഫസ്റ്റ് ഇയേഴ്സിൽ എന്തോരം മേക്കേഴ്സാണ്, കുറേ മേക്കേഴ്സ് ഉണ്ട്. ഭയങ്കര ഒരു ബ്ലൂമിങ് ഇതാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ ഈ ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാക്കത്തോൺസിനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് ഈ ഹാക്കത്തോൺസിന് പോകാനൊന്നും ആൾക്കാരെ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പല കമ്മ്യൂണിറ്റീസിൻ്റെ ഹെഡ്സിനോട് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു, എനിക്കിങ്ങനെ പോകണമെന്നുണ്ട് പക്ഷേ ഒരു ടീമില്ല, അപ്പോൾ ഇങ്ങനെ പീപ്പിളിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ മിക്കവരും ഇഗ്നോർ ചെയ്തിടും, സീനാക്കി വിടുക, എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം റെസ്പോൺസ് എനിക്ക് കിട്ടിയത് അശ്വതി ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അശ്വതി ചേച്ചിയാണ് അർഫാനെ എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അപ്പോഴും ഞാൻ അർഫാനെ കണ്ടിട്ടില്ല. പിന്നെ അർഫാൻ വന്ന് ക്ലാസ്സിൽ ടിങ്കർ ഹബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ലൈക്ക് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ഈ കമ്മ്യൂണിറ്റിയാണ് എനിക്ക് വേണ്ടതെന്ന് തോന്നി. ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്തു. ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പരിപാടിയിലോട്ട് കൂടുതൽ ഫസ്റ്റ് ഇയേഴ്സ് അങ്ങനെയാണ് ഞാൻ വഴി ടിങ്കർ ഹബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയേഴ്സ് ആ പരിപാടികൾക്ക് വന്നതിന് ശേഷം അവരിങ്ങോട്ടൊന്ന് ചോദിക്കാൻ തുടങ്ങി, ഞാൻ എങ്ങനെയാണ് ഇതിൽ വോളണ്ടിയർ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് കോർ ടീമിൽ കയറുന്നത്. അവർക്ക് ഇനി അടുത്ത കൊല്ലം തൊട്ട് കോർ ടീമിൽ കയറാൻ വേണ്ടിയിട്ട് പിള്ളേർ കഴിഞ്ഞ കൊല്ലം തൊട്ടേ എങ്ങനെയാണെന്നുള്ള പ്രോസസ്സ് ഫുള്ള് ചോദിച്ചു തുടങ്ങി. സോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് ടോക്ക് നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു 5 പേരെ വരുള്ളൂ, 10 പേരെ വരുള്ളൂ. ആൻഡ് പുള്ളിക്കാരിയെ സ്പീക്കറാക്കി. വന്നപ്പോൾ ഒരു 50 പേര്. എക്സ്പീരിയൻസ് ആയല്ലോ. അർഫൻ ട്രാപ്പിലാക്കുന്നതിന് വിദഗ്ധനാണ്. അതൊന്ന് മറ്റേ ഫ്രെയിം ടു ഫാബ്രിക് ഐഡിയ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇതെങ്ങനെയും നടത്താമെന്നായിരുന്നു. അവസാനം ഐഡിയ എല്ലാം ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നീ തന്നെ നടത്തിയോ. So that's it for this month's episode of Campus Stories. We were so happy to have you guys here. And Vishnurudhi College of Engineering and Technology was our Campus of the Month for April 2026. So see you in the next one. Bye.